നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഡിസംബർ മാസം 13-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും തീവ്രവും ശക്തവുമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഇതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നേരത്തെ 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരുന്നത്. പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഇത്തവണ ക്രിസ്തുമസ് അവധിക്കാലത്ത് 10 ദിവസം ഒഴിവ് ലഭിക്കില്ല. കേരളത്തിലെ സ്കൂളുകളിലെ ക്രിസ്തുമസ് പരീക്ഷയുടെ ടൈം ടേബിൾ കഴിഞ്ഞ ദിവസമാണ് പ്രസിദ്ധീകരിച്ചത്. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങൾക്ക് ഡിസംബർ 11 മുതൽ 19 വരെയാണ് പരീക്ഷകൾ നടക്കുന്നത്. സ്കൂളുകളിലെ പരീക്ഷകൾ 20-ന് പൂർത്തിയാക്കി 21-ാം തീയതി മുതലാണ് അവധിക്കാലം ആരംഭിക്കുന്നത്. 11 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ പകരം അന്നേ ദിവസം പരീക്ഷ 20-ന് നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. കേരളത്തിലെ അവധി ദിവസങ്ങൾ സംബന്ധിച്ച് നേരത്തെ തന്നെ തീരുമാനം പ്രഖ്യാപിച്ചതാണ്. ഓണം വെക്കേഷനും 10 ദിവസം അവധി ലഭിച്ചിരുന്നില്ല വിദ്യാർത്ഥികൾക്ക്. ക്രിസ്തുമസിനും 9 ദിവസം മാത്രമാണ് കുട്ടികൾക്ക് അവധി ലഭിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും അതോടൊപ്പം തന്നെ നിവ ബുപ്പയുമായിട്ട് സഹകരിച്ചുകൊണ്ട് 15 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന സ്കീം നടപ്പാക്കുന്നുണ്ട്. ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലാണ് ഇത് ലഭിക്കുന്നത്. ലോക്കൽ പോസ്റ്റ് ഓഫീസുകളിൽ, അതായത് നമ്മുടെ പ്രദേശങ്ങളിലുള്ള ഗ്രാമീണ തപാൽ ഓഫീസുകളിലൊക്കെ തന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ സ്കീമിനെ പറ്റി അവർക്ക് വലിയ ധാരണയുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ എത്തിച്ചേരുക. ഇതൊരു ടോപ്പ് അപ്പ് ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസുകൾക്ക് ക്ലെയിം ലഭിക്കുന്നതല്ല. അതായത് 3 ലക്ഷം രൂപ ആശുപത്രിയിൽ ചിലവായി എങ്കിൽ നമുക്ക് 2 ലക്ഷം ലഭിക്കുന്നതല്ല, 1 ലക്ഷമായിരിക്കും ഈ സ്കീം വഴി ലഭിക്കുന്നത്. വ്യക്തിഗത പ്ലാനിന് 899 രൂപയാണ്. അതോടൊപ്പം തന്നെ ഫാമിലി ഇൻഷുറൻസ് ആയിട്ട് നമുക്ക് ഇതിൽ ചേരുന്നതിന് സാധിക്കുന്നതാണ്. 1399 രൂപ, 1799 എന്നിങ്ങനെയൊക്കെ ഈ സ്കീമിൽ വിവിധ വേരിയന്റുകൾ ഉണ്ട്. വിശദമായിട്ടുള്ള വിവരങ്ങൾക്കായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ ബന്ധപ്പെടുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ക്രിസ്തുമസ്, ന്യൂ ഇയർ പ്രമാണിച്ചുകൊണ്ട് 2 മാസത്തെ പെൻഷൻ ആയിരിക്കും സർക്കാർ ഈ മാസം വിതരണം ചെയ്യുക. ഇതിനുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. തുക എത്രയും വേഗം ലഭ്യമാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ക്രിസ്മസിന് മുൻപ് തന്നെ ആനുകൂല്യം എല്ലാവരുടെയും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 3000 കോടി രൂപ ഇപ്പോൾ സഹകരണ സംഘങ്ങളോട് സർക്കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിതരണം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കായിരിക്കും 2 ഗഡുക്കൾ പെൻഷൻ ഈ സമയം എത്തിച്ചേരുക. മറ്റെന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെങ്കിൽ മാത്രമായിരിക്കും അത് 1 ഗഡുവിലേക്ക് ചുരുങ്ങുക. അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. വ്യാഴാഴ്ച ഡിസംബർ 12-ാം തീയതി 22-കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് 7285 രൂപയിലും പവന് 58,280 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.